ശർക്കര തിളയ്ക്കുന്നു. ആ നീ പറഞ്ഞ ശരിയാണ്. തള്ളുന്നോ തള്ളുവോ? ഇതുണ്ടല്ലേ അതങ്ങ് അരിച്ചൊഴിക്കും. എന്നിട്ട് ഒരു 20 മിനിറ്റ് ആറിച്ചെടുക്കും. ഉരുണ്ട് കിട്ടാൻ പരുവാകുമ്പോഴത്തേക്കും ചൂടോട് കൈ കൊണ്ട് ഡെമോയാണ് ഈ കാണുന്നത്. ഉൾവശം അറിയാൻ വേണ്ടി ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടേക്കുവാണ്. ഇതിനുകൊണ്ട് ശരിക്കും പാൻ വരുന്നുണ്ട്. എയർ അടുപ്പാണ്. അടുപ്പ് വർത്താനുള്ള ഓർമ്മിച്ച് അടുപ്പ് ഫോൺ ഡയറക്റ്റ് വരാനായിട്ട്. അടുപ്പിൽ എത്ര തീയില്ലെങ്കിലും മുകളിലത്തെ പാത്രത്തിന് അടുപ്പിലെ ചൂട് നടക്കില്ല. അത് കാട്ടുമാവിൻ്റെ തടിയാൽ ഉണ്ടാക്കിയേക്കുന്ന ശർക്കരത്തോണി. അതിന് 250 ഡിഗ്രി ചൂട് വരെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. അത്രയും ചൂടുള്ള കരിമിൻ്റെ ജ്യൂസാണ് കുറുക്കി വറ്റിച്ച് അതിനകത്തോട്ട് ഒഴിച്ച് 6 ചുരുട്ടി എടുക്കുന്നത്. അത്രയും ചൂടുള്ള സംഭവം അതിനകത്തോട്ട് ഒഴിക്കുമ്പോൾ അതിൻ്റെ തല എടുക്കും. വേറെ തടികളിലൊക്കെയാണ് അടുത്ത ചൂട് തന്നെ ഫാൻ വെച്ച് വലിച്ചെടുക്കുകയാണ് ഫ്ലെയിമിൻ്റെ വേസ്റ്റ്. പമ്പ് ചെയ്ത് ടാങ്കിൽ സ്റ്റോർ ചെയ്യുകയാണ്. എന്നിട്ട് ഇവിടുന്ന് 2 വട്ടം ഫിൽട്ടർ ചെയ്യുന്നു. ഫിൽട്ടർ ചെയ്തതിന് ശേഷം ഇപ്പോഴത്തെ പാനിലോട്ട് ശർക്കര ഉണ്ടാക്കാനായിട്ട് എടുക്കുവാണ്. ഇതിന്ന് 1 മണിക്കൂർ തിളപ്പിക്കും. 1 മണിക്കൂർ തിളപ്പിച്ച് കഴിഞ്ഞ് വരുന്ന വേസ്റ്റ് മൊത്തം മാനുവലി ആ അരിപ്പ കൊണ്ട് കോരി അപ്പുറത്തെ പാത്രത്തിൽ കളയുവാണ്. ആ വേസ്റ്റ് വളമായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾ തന്നെയാണോ? അല്ല, മാനുവലി കോരി കളയുവാണ്. വേസ്റ്റ് കളഞ്ഞതിന് ശേഷം സെൻറ്ററിലെ വാഷ് തുറന്ന് എടുക്കാന്നല്ല എടുക്കാന്ന് തുടരടി. ഈ തേയിലയൊക്കെ പന്ന തേയില. അമ്മയുടെ കണ്ണിൽ കുരു കുരു കുരു. ബോംബല്ല, എന്തോ ടൊററ്റ്. പോയാലോ എന്നത് വിറകോ? വിറക് വാരി വെക്കുമായിരുന്നു. ഇതിനകത്ത് എടുത്തോണ്ട് പോകാൻ ബസ്സിനെ കണക്ക് കാണാൻ പറ്റി. പിടിക്കല്ലേ അളിയ, പിടിക്കല്ലേ അളിയ, ഒന്ന് പിടിക്കല്ലേ അളിയ. മയൂരി കുന്തിരിക്കൻ അവളെ തുറ ഒന്നും ഉണ്ടായിരുന്നേ.
അത് ഇങ്ങോട്ട് വരില്ലെന്ന്. മാമ ഇങ്ങോട്ട് വരില്ല ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞ ഒരേക്കർ സ്ഥലമൊന്നും ഇല്ല അപ്പുറത്ത്.